ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയൻ കള്ളനാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ചന്ദ്രമതിയുടെ മകൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് അവനാണെന്നുള്ള കാര്യം പോലീസുകാർ വന്നു പറഞ്ഞതും പാവം രേവതിയെ അവിടെ ഇട്ട് അപമാനിച്ച് വല്ലാതെ വേദനിപ്പിച്ച് ഒരു വക സ്വഭാവമൊക്കെ കാണിക്കുകയാണ് ഈ ചന്ദ്രമതി. അതോടൊപ്പം തന്നെ അതിന് കൂട്ടുനിന്നുകൊണ്ട് ഒരു മനസാക്ഷിയും മര്യാദയില്ലാതെ പെരുങ്കള്ളി ശ്രുതിയും ചന്ദ്രമതിക്കയുടെ ആ ഒരു ഇതിനൊക്കെ കണ്ട് ആസ്വദിക്കുക, രേവതിയെ കുറ്റപ്പെടുത്തുന്നതൊക്കെ. സ്വന്തം അമ്മയെ ആശുപത്രിയിൽ നിന്ന് ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നെട്ടോട്ട ഓടിയ നമ്മുടെ രേവതിക്കിട്ട് അതുപോലത്തെ പണിയാണ് ശ്രുതി എന്ന് പറയുന്നവളും കൊടുക്കുന്നത്. ശ്രുതിയുടെ കള്ളത്തരം രേവതി കണ്ടുപിടിച്ചതാണ്. പക്ഷെ തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് ശ്രുതി രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നമ്മുടെ രേവതിയെ അപമാനിച്ച് എന്താ പറയുന്നത്, ഭൂമിയോളം ക്ഷമിക്കുന്ന രീതിയിൽ നിൽക്കുന്ന രേവതി അവിടെ നിന്നും ചവിട്ടി താഴ്ത്തുന്ന രീതിയിലേക്കൊക്കെ രേവതി കൊള്ളില്ലാത്തവളാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് ചന്ദ്രമതി ആക്കി വെക്കുക. പക്ഷേ ചന്ദ്രമതിയുടെ ഈ സംസാരം ഒരു പരിധി കടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു, ചന്ദ്രേ നീ എന്തൊക്കെ പറയുന്നേ, നീ എന്തിനാ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവനെ ചതിച്ചതാണ്, അവൻ വേറൊരു ഇതിൽ പെട്ടുപോയി, അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും രേവതിയെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു ചന്ദ്രമതി. കുറേയൊക്കെ രേവതി കേട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നപ്പം അച്ഛനത് കണ്ടപ്പോൾ സങ്കടം വന്നു. അച്ഛൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മോൾ അകത്തേക്ക് കയറി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. രേവതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം, നീ എന്തിൻ്റെ പേരിലാ ഇതുപോലെ ഇങ്ങനെ ആ പെങ്കൊച്ചിനോട് ദേഷ്യപ്പെടുന്നല്ലേ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ ചോദിക്കുക. അപ്പം അച്ഛൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പം, ഞാൻ എന്തിനു വേണ്ടി അത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവളും അവക്കളോട് ഒരു കള്ള കുടുംബവും, ഈ കുടുംബത്തിൽ നിന്ന് ഇനി എന്തൊക്കെ ഇവള് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് ആർക്കറിയാം. അതുപോലെ തന്നെ ഇവളുടെ വീട്ടിൽ നിന്ന് ഓരോ എണ്ണങ്ങൾ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നുണ്ടല്ലോ, ഇവിടുന്ന് എന്തൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതെന്നാ ആർക്കറിയാം. ഇനി മോളെ ശ്രുതി, അവളുടെയൊക്കെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം കേട്ടോ, അല്ലെങ്കിലേ മുഴുവനും കട്ടെടുത്തോണ്ട് പോകും, പിന്നെ ഒന്നും കാണില്ല. മോള് സ്വർണ്ണോ അല്ലെങ്കിൽ മോളുടെ പണോ ഒന്നും കാണുന്ന രീതിയിൽ വെച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഇങ്ങനെ പറയുക. അപ്പോൾ ശ്രുതിയോടുത്ത് പറഞ്ഞപ്പോൾ ആ ശരി ആൻറ്റി എന്നും പറഞ്ഞു. രേവതി അടുക്കളയിലേക്ക് എന്നിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. നമ്മുടെ ശ്രുതിയും അതുപോലെ സുധിയും കൂടി ഇങ്ങനെ അമ്മയെ സോപ്പിട്ട് ചുറ്റിനും പറ്റിനും ഒക്കെ കൂടി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ രേവതിയെ തേടി പാവം അനിയൻ അങ്ങോട്ടേക്ക് വരുക കേട്ടോ. അപ്പോൾ അനിയൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കയറി വന്നപ്പോൾ ആരെയും കണ്ടില്ല. ആരെയും കാണാതെ വന്നപ്പോഴത്തേക്കും അവനിങ്ങനെ അകത്തേക്ക് കയറി വരിക. കയറി വന്നിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുവാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്താ ഏതാന്നൊക്കെ. അങ്ങനെ പാവം അത് കയറി വന്നിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സുധി കയറി വരുന്നത്. സുധി കയറി വന്നപ്പോഴത്തേക്കും ഇവനെ കണ്ടല്ലോ. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവങ്ങനെ ഒച്ചയ്ക്ക് വിളിക്കുക ഈ സുധി. പെട്ടെന്ന് എന്താ മോനേന്ന് ചോദിച്ചു ചന്ദ്രമതി ഓടി വരുന്നു. അതുപോലെ തന്നെ ശ്രുതി ഓടി വരുന്നു. ഇവരോടി വന്നിങ്ങനെ നിൽക്കുമ്പോൾ, കണ്ടോ അമ്മേ, മിണ്ടാതെയും പറയാതെയും അവൻ അകത്തേക്ക് കയറി വന്നിരിക്കുന്നത് കണ്ടോ, അവനെ എന്തോ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഈ സുധി ഇങ്ങനെ പറയുമ്പോൾ, ഓഹോ കൊള്ളാലോടാ, പറഞ്ഞ നാവ് വായിലേക്ക് ഇട്ടില്ല, അതിനു മുമ്പ് നീ അടുത്തതും കട്ടെടുക്കാനായിട്ട് വന്നോന്ന് ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വന്നതാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, ആ ചേച്ചിയെ കാണാനാണെന്നുള്ള വ്യാജേന വന്നാൽ മതിയല്ലോ, ചേച്ചി വേണമെങ്കിൽ ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് തന്ന് വിടുമല്ലോ അല്ലേ, അതാണല്ലോ നിൻ്റെയൊക്കെ ഗുണം. അനാവശ്യം പറയരുത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ പുണ്യാളൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഒരു തെറ്റുവേ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഞങ്ങളുടെ ചെറുക്കൻ്റെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയത് നീയല്ലേടാ, ഇത്രയും കാലം നീയും നിൻ്റെ കുടുംബം എല്ലാം അത് മറച്ചു വെച്ചു, ഇപ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത്, എന്നിട്ട് നാണം ഇല്ലല്ലോടാ നിനക്ക് ഇങ്ങോട്ട് കയറി വരാൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള മട്ടുമാതിരിൽ ഇവിടെ കയറി വരാൻ ഞാൻ കുളിപ്പില്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിനോട് ഇങ്ങനെ പറയുവാണേ. അപ്പോഴേക്കും ഭയങ്കര ഒരു വിഷമമായി. എന്നിട്ട് ശരത്ത് ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക. ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ശബ്ദം കേട്ട് രേവതി ഓടി വരുന്നത്. രേവതി ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് ചോദിച്ചു. ആ മോനേന്ന് വിളിച്ച് ഓടി വന്നപ്പോൾ, ഓ മോനെ കണ്ടോ അവൻ കയറി വന്നത്, നീ വിളിച്ചിട്ടാണോടി ഇവൻ വന്നത്, ആരും അറിയാതെ എന്തെങ്കിലും കിട്ടി അത് ബാഗുകളെടുത്ത് ഇട്ടുകൊണ്ട് പോകാനല്ലേടി നിന്റെ അനിയനെ നീ വിളിച്ചു വരുത്തിയത്. അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് രേവതി ചോദിച്ചപ്പോൾ, അയ്യോ ഒരുപാട് എൻ്റെ മുന്നിൽ കിടന്നങ്ങ് അഭിനയിക്കല്ലേ, നീ അഭിനയിച്ച് തകർക്കല്ലേ, നിന്റെ അനിയനെ നീ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ എവിടെയെന്ന് ചോദിച്ചു. കണ്ടോ രവിയേട്ടാ, ഇവളുകളുടെ അനിയനെ വിളിച്ചു വരുത്തിയിരിക്കുക, ഇവിടുന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് പോവാനായിട്ട്, കള്ളനാ ഇവൻ, പെരുങ്കള്ളൻ, ഇവൻ എന്തൊക്കെയോ ഇതിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഇവനെ പരിശോധിച്ചിട്ട് വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെ അമ്മേ, ഇവനെ പരിശോധിക്കണം, ഇതിൻ്റെ ഭാഗ്യം കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ചന്ദ്രമതി കൊടുക്കടാ അങ്ങോട്ടെന്ന് പറഞ്ഞ് അതങ്ങ് മേടിപ്പിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് അത് കൊടുത്തു. വേഗം തന്നെ ബാഗ് തുറന്നിട്ട് ഈ അകത്തുണ്ടായിരുന്ന എല്ലാം കുടഞ്ഞ് നിലത്തേക്ക് ഇടുവാണ്. അപ്പോൾ അതിനകത്ത് അവൻ പഠിക്കാൻ പോയ ബുക്കും പേനയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഒന്നുമില്ലല്ലോ എന്നിതായി കഴിഞ്ഞപ്പം അമ്മയ്ക്കിപ്പോൾ എന്താ ഇതിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു രേവതി ദേഷ്യപ്പെട്ടു. അത് പിന്നെ ഇവൻ കയറി വന്നപ്പോഴത്തേക്കും ശ്രുതി കയ്യോടെ പിടിച്ചു. ഇവനൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു ഇത്തിരിയും കൂടി ഇവനെ കാണാൻ ശ്രുതി വൈകിയിരുന്നെങ്കിൽ ഇവൻ തീർച്ചയായും എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയേനെന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ പറയാം. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശ്രുതിയാണെങ്കിൽ ഓവർ സ്മാർട്ട് കളിക്കുവാണ്. കളിച്ച് മുറത്തി കയറി കൊത്തുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ ശ്രുതിയുടെ അഹങ്കാരവും ശ്രുതിയുടെ വേണ്ടാത്ത വർത്തമാനവും കേട്ട് നിൽക്കാൻ ശരത്ത് ഒരുപാട് നേരം ഇതായില്ല. കാരണം പറഞ്ഞ് നമ്മുടെ രേവതിയെ കൂടി പറയാണ്, ഇവളെല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അമ്മേ, എന്നിട്ട് അനിയൻ്റെ ബാഗിലേക്ക് എടുത്ത് തട്ടാനായിരുന്നായിരിക്കും പ്ലാന്. ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് അതൊന്നും നടന്നില്ലല്ലോ, അതിൻ്റെ കലിപ്പാണ് ഇപ്പോൾ ഇവൾക്കും ഇവനും എന്നൊക്കെ പറഞ്ഞു. അനാവശ്യം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കോളറിന് കയറി പിടിച്ചു നമ്മുടെ ശരത്ത്. നിങ്ങൾ ചെയ്തതുപോലത്തെ പണിയൊന്നും ആരും ചെയ്തിട്ടില്ല. എൻ്റെ ചേച്ചി എങ്ങനെയാണ് ഇവിടെ ഈ രീതിയിൽ വന്നതെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നവനാണ് നീ. നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കുത്തിന് കയറി പിടിച്ച് ശരത്ത് ശരിക്കും വയലൻ്റ് ആയി. അപ്പോഴത്തേക്കും വിടടാന്ന് പറഞ്ഞ് ശ്രുതി ഇടയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഉന്തും തള്ളുവായി. ഈ ശ്രുതി എന്നിട്ട് നമ്മുടെ ശരത്തിനെ പിടിച്ച് വലിച്ചിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് ശ്രുതിയെ ഉപദ്രവിച്ചതിന്. എൻ്റെ ശ്രുതിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ നീ ആരാടാ? നീ ചെയ്ത പ്രവൃത്തിയല്ലേ ഇവിടെയുള്ളവർ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കുമ്പോൾ സ്വന്തം അനിയനെ തല്ലുന്നതാണ് കാണുന്നത്. അപ്പോൾ രേവതി നടുങ്ങിപ്പോയി. രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനെയെന്നും പറഞ്ഞുകൊണ്ട് അനിയനെ ചേർത്ത് പിടിക്കാം. അപ്പോഴേക്കും ശ്രുതി നീ എന്താ ഈ കാണിച്ചതെന്ന് അച്ഛൻ ചോദിച്ചു. അങ്കിൾ ഇതിൽ ഇടപെടണ്ട. ശ്രുതിയോട് എത്ര അപമര്യാദയായിട്ട് ഇവൻ പെരുമാറിയത് അത് അങ്കിൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അങ്കിൾ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? പിന്നെ എൻ്റെ മുന്നിലിട്ട് എൻ്റെ ഭർത്താവിനെ മറ്റാരും അപമാനിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ ഞാൻ കണ്ടു നിൽക്കില്ല. അതിപ്പോൾ ആരായാലും ഞാൻ പ്രതികരിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വലിയ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി വയലൻ്റ് ആകാൻ ശ്രമിച്ചു. അപ്പോൾ വേണ്ട ചേച്ചി ഒന്നും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനിയൻ ചേച്ചിയെ തടയാണ്. അപ്പോൾ ഇത് നിനക്ക് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ രേവതി ശ്രുതിയായിട്ട് സംസാരിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ കിടന്ന് വലിയ ആളായി. കണക്കായിപ്പോയി മോളെ, നീ കൊടുത്തത് ഏതായാലും കണക്കായിപ്പോയി. ഇതുപോലുള്ള കള്ളന്മാർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്, ഇനി മേലിൽ ഈ പടി നീ ചവിട്ടിയാക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക അച്ഛനെ. അപ്പോഴത്തേക്കും അമ്മയും മോനും കൂടി നമ്മുടെ ചെറുക്കനെ അവിടെ നിന്ന് ഉന്തി തള്ളി പുറത്തേക്ക് കൊണ്ട് എറിയുവാണ്. ഇനി മേലിൽ ഈ പടി ചവിട്ടി പോയേക്കരുത്, കള്ളന്മാർക്ക് കയറി നിരങ്ങാനുള്ള വീടല്ല ഇത്, ഇങ്ങോട്ടേക്ക് ഇനി നീ വന്നു പോയേക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് വലിച്ച് ഇതിനെ കൊണ്ടുപോയി തള്ളി. അപ്പോൾ പോയി വീണത് നമ്മുടെ സച്ചിയുടെ കൈകളിലേക്കാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മയും തലതിരിഞ്ഞ രണ്ട് മക്കളും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമെന്നുള്ള കാര്യം. അപ്പം എന്താടാ, അപ്പം സച്ചിയുടെ കയ്യിലേക്ക് ചെന്ന് വീണ് നമ്മുടെ ശരത്ത് ഭയങ്കര കരച്ചിൽ, രേവതി ഭയങ്കര കരച്ചിൽ, ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം എന്താടാന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല സച്ചിയേട്ടാ എന്ന് ശരത്ത് പറഞ്ഞപ്പോൾ ഒന്നുമില്ലാത്തത് കൊണ്ടാണോ ഇനി അവർ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ട് നിറഞ്ഞിട്ടത്, നീ കാര്യം പറയാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഇവിടുന്ന് മോഷ്ടിക്കാൻ വന്നതാണെന്ന് അവർ പറഞ്ഞു. ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ച് ഞാനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇപ്പോഴും മോഷ്ടിക്കാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയത്. ശ്രുതി ചേച്ചി എന്നെ തല്ലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ സച്ചിയെ പിടിച്ചാൽ കിട്ടുമോ? അപ്പോഴത്തേക്കും ശരത്തിനെ ചേർത്ത് പിടിച്ച് ശ്രീയും അടുത്ത് നിൽപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ സച്ചി കയറി ചെന്നു. നിങ്ങളെന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ചു. നിങ്ങളെന്തിനാ അവനെ തല്ലിയതെന്ന് ശ്രുതിയോട് ചോദിക്കാം. എൻ്റെ ഭർത്താവിനെ അപമാനിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചാൽ ഞാൻ കണ്ടുകൊണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് പറഞ്ഞു. ഓ വലിയ പതിവ്രതയായ ഭാര്യ അല്ലേ, നീ ആരാ പൊന്നുമോളെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. നീ എന്തിനാ അവളുടെ മേക്കിട്ട് കയറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അന്നേരത്തേക്കും സച്ചിയോട് ദേഷ്യപ്പെട്ടപ്പം നിങ്ങളൊരു അക്ഷരം വേണ്ടി പോകരുത്, ബൈക്ക് മോഷ്ടിച്ച് ഇവനെ നിങ്ങൾ കള്ളായെന്ന് വിളിച്ചു അടിച്ചു, അപ്പോൾ 50 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇവനെ ഞാൻ എന്തു പേരിട്ട് വിളിക്കണം എന്ന് നമ്മുടെ സച്ചി ചോദിച്ചപ്പോഴത്തേക്കും അത്രയും നേരം ആൾ കളിച്ച് നിന്ന ശ്രുതിയൊക്കെ ഇങ്ങനെ മാറി വെളുത്ത് തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരി അല്ലെങ്കിൽ പെരുങ്കള്ളി നാറ്റിച്ച് നാണം കെടുത്തുകയാണ് നമ്മുടെ സച്ചി. പറ ഇവനെ ഞാൻ എന്ത് വിളിക്കണം, നിങ്ങൾ തന്നെ പറ എന്ന് പറഞ്ഞു. ഒരു ബൈക്ക് മോഷ്ടിച്ചത് അതവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഇവനോ കോണ്ടവളുമാർക്ക് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി അച്ഛൻ പണിയെടുത്തത് മുഴുവനും കൊണ്ടുവന്ന് തുലച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയല്ലേ, അത് നിങ്ങൾക്കൊന്നും പറയാനില്ലേന്ന് ചോദിച്ചു. ഇവനെ പോലെ ഒരു പെരുങ്കള്ളനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുള്ളതെന്ന് അന്നേരം സച്ചി ചോദിക്കാം.
ഇവനെയാണ് ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടത്, ഈ പെരുങ്കള്ളനെ. മറ്റുള്ളവരുടെ എന്ത് കയ്യിൽ കിട്ടിയാലും കൊട്ടെടുക്കാൻ പാകത്തിന് നിൽക്കുന്ന ഇവനെ, ഈ കുടുംബത്തിനോട് യാതൊരു മര്യാദയും സ്നേഹവും ഇല്ലാത്ത ഇവനെയാണ് ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടതെന്നും പറഞ്ഞു. കൂട്ടത്തിൽ ഇവൻ്റെ പതിവ്രതയായ ഭാര്യയുണ്ടല്ലോ ഈ പെരുങ്കള്ളി, ഇവളെ അടിച്ചിറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അതൊക്കെ കൊണ്ടു. മിണ്ടി പോകരുത് നിങ്ങൾ, നിങ്ങൾ പിന്നെ നാവെടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മോനെ പോട്ടേടാ, നീ അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രേവതിയും പറഞ്ഞു ഒന്നും പറയണ്ട, നിങ്ങളത് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. മേലിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഭാര്യയുടെ വീട്ടുകാരിവിടെ വരുമ്പോൾ അവരെ അപമാനിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളെല്ലാവരും കരുതിയിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ശരത്തിനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അതായത് അടിച്ചത് ശ്രുതിയാണല്ലോ, ശ്രുതി ശരത്തിനോട് മാപ്പ് പറയണം നമ്മുടെ സച്ചി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മാപ്പ് പറയാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് നിങ്ങളാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ പെരുങ്കള്ളൻ മോനെയും മരുമകളെയും കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കല്ലേ എന്നും പറഞ്ഞ് സച്ചി നല്ല ഡയലോഗും കൂടെ അങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും മാപ്പൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തും അതുപോലെ നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. എന്തായാലും സച്ചി എല്ലാത്തിനെയും വലിച്ചു കയറി അടുപ്പിലിട്ട് കത്തിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അവസ്ഥയിലാക്കി. എന്നിട്ട് അളിയനെയും ഭാര്യയെയും ഒക്കെ ചേർത്ത് പിടിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചി തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നമ്മുടെ രേവതി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് സച്ചിയുടെ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സച്ചിയോട് നന്ദി പറയാണ് രേവതി. നിങ്ങളിന്ന് അതുപോലൊരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അനിയൻ എല്ലാവരുടെയും മുന്നിലും മോശക്കാരനായേനെ. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് സച്ചേട്ടന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. അപ്പോൾ നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയെ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞാൻ കൂടെയുള്ളപ്പോൾ നീയോ നിൻ്റെ കുടുംബമോ ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല. അത് ഈ സച്ചി തന്ന വാക്കാണ്. അതിൻ്റെ പേരിൽ നീയോ നിൻ്റെ അനിയനോ അമ്മയോ അനുജത്തിയോ ഒന്നും സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഇനി നിങ്ങളെ ആരും ഒന്നും പറയാനോ ഉപദ്രവിക്കാനോ ഒന്നും വരില്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. അപ്പോഴേക്കും അവിടെ ചന്ദ്രമതി അതായത് ശ്രുതിയുടെ 2 കവളും ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് മോൾ ചെയ്തതേ അടിപൊളിയായി കേട്ടോ. ഏതായാലും മോൾ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പൊക്കി അങ്ങ് വിടുവാണ് പെരുങ്കള്ളീനെ. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ രേവതി സച്ചിയോടുള്ള സ്നേഹം കൂടിയിട്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് കവളത്തൊരു ഉമ്മ അങ്ങ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സച്ചി ഒന്ന് ഞെട്ടി. രേവതി അങ്ങനെ ഓർക്കാപ്പുറത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുന്ന സച്ചി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡാണ് നാളെ നമ്മളെ തേടി വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.